ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബലാത്സംഗ ആഹ്വാനവുമായി യൂട്യൂബർ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു ഇയാൾ. അതേസമയം ബസ്സിലെ ലൈംഗികാതിക്രമണ ആരോപണത്തിലെ ഗോവിന്ദാപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫ വിദേശത്തേക്ക് കടന്നുവെന്നാണ് സംശയം. മെഡിക്കൽ കോളേജ് പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് യുവതി ഒളിവിലേക്ക് പോയത്. സംഭവമുണ്ടായ ദിവസത്തെ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൽ എന്താണ് അതിൻ്റെ പുതിയ ചലനങ്ങൾ, എന്താണ് ഡെവലപ്മെന്റ്, ഈ സംഭവത്തെ സമൂഹം എങ്ങനെ വിശകലനം ചെയ്യണം എന്ന് കൂടി നമുക്ക് പരിശോധിക്കണം. ആഴത്തിൽ ആനന്ദകൃഷ്ണനും സൗമ്യ കൃഷ്ണനും തത്സമയം എന്നോടൊപ്പം ചേരുന്നുണ്ട്. സൗമ്യ, ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും കേൾക്കാൻ കഴിയാത്ത വണ്ണം ഒരു കുടുംബത്തിൻ്റെ നാഥനെ നഷ്ടമാകുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പിടച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഈ കേസിൽ ഉണ്ടാകേണ്ടതാണ്, ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധം നമ്മൾ നേരത്തെ തുടക്കത്തിൽ വായിച്ചുവല്ലോ. അതായത് ബസ്സിൽ കയറുമ്പോൾ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് പോലും പറയുന്ന യുവാക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ, അതൊക്കെ ഈ നമ്മുടെ പ്രതിഷേധ സ്വരങ്ങളുടെ സീമ ലംഘിക്കുന്നതായി തോന്നുന്നുണ്ടോ? തീർച്ചയായും. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ട പീഡന പരാതികളിൽ, കോടതിയിലെത്തിയ എത്രയോ പരാതികളിൽ തെളിവില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഈ പരാതി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതിക്ക് തീരുമാനിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ അതെത്രയോ നിർണായകമായ നമ്മൾ വർഷങ്ങളോളം ചർച്ച ചെയ്ത കേസുകൾ വരെ ആ കൂട്ടത്തിലുണ്ട് എന്ന് ആലോചിക്കണം. അപ്പം അത്തരം കേസുകൾ, തെളിവില്ലാത്തത് കൊണ്ട് വന്ന കേസുകൾ മാത്രം എടുത്തു നോക്കുക. ഈ വീഡിയോ എടുക്കുന്നതിനെ ഞാൻ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ആ സംസ്കാരത്തിന് വേണ്ടി സംസാരിക്കുകയൊന്നുമല്ല. പക്ഷേ വീഡിയോ എടുത്തു പോകുന്നത് സ്ത്രീകൾ എന്തുകൊണ്ടായിരിക്കും? ഞാൻ കണക്കുകൾ വെച്ച് മാത്രം സംസാരിക്കാം. ദേശീയ വനിതാ കമ്മീഷൻ നടത്തിയ ഒരു പഠനം, ആ പഠനത്തിൽ 2025 പുറത്തിറങ്ങിയ ഈ പഠനത്തിൽ പറയുന്നത് 10ൽ 4 സ്ത്രീകൾ വിശ്വസിക്കുന്നത്, ഇന്ത്യയിൽ 10ൽ 4 സ്ത്രീകൾ വിശ്വസിക്കുന്നത് അവർ പൊതുനിരത്തിൽ സുരക്ഷിതരല്ല എന്നാണ്. അതല്ലാതെ തന്നെ 4.5 ലക്ഷത്തിലേറെ ക്രൈം റിപ്പോർട്ടുകളാണ് ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം നമുക്ക് സ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടായ സംഭവങ്ങളായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കണക്കുകളൊക്കെ വെച്ച് മാത്രം പറയട്ടെ, സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതിന് ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ത്രീകൾ എന്ത് ചെയ്യണമായിരുന്നു? ഇപ്പോൾ ഒരു തീർത്തും വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞതുപോലെ ഈ ഒരാളുടെ മരണം ഉണ്ടാവുക എന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ പകരം ഈ സ്ത്രീകൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരിൽ ഒരാൾ ഏതെങ്കിലും രീതിയിലുള്ള കടുത്ത മാർഗങ്ങളിലേക്ക് കടന്നാൽ മാത്രമേ അവർക്കൊപ്പം നിൽക്കാനോ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ നമ്മൾ തയ്യാറാകൂ എന്ന് വരരുത്. പ്രത്യേകിച്ച് ഇന്നുണ്ടായ പ്രതിഷേധങ്ങളെല്ലാം നോക്കൂ. അതായത് സൗമ്യ പറഞ്ഞു വരുന്നത് ഈ സംഭവത്തിന്റെ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് മറ്റൊരു നറേറ്റീവ് അങ്ങനെ ഉണ്ടെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? സാമാന്യവൽക്കരിക്കപ്പെടുകയാണ്. അതായത് സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുന്നില്ല. ഇന്ന് ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ട ഒരു 1-2 കാഴ്ചകളിലേക്ക് വരാം. ഒന്ന് KSRTC ബസ് പോലെ ഒരു ബസ്, ആ ബസ്സിന്റെ ചിത്രമാണ് കാണുന്നത്. അതിന് പുറത്ത് ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകൾക്ക് ഈ ബസ്സിൽ പ്രവേശനമില്ല എന്ന തരത്തിൽ ഒരു കുറിപ്പ് എഴുതി വെക്കുന്നു. അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ റീലുകളിൽ മുഴുവൻ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച എല്ലാ സംഭവങ്ങളെയും സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ സ്ത്രീകൾ നടത്തുന്ന ഒരു വൈറലാകാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ രാവിലെ നമ്മുടെ വേക്കപ്പ് കേരളയിലൊക്കെ അതിഥിയായി വിളിച്ചു കൊണ്ടുവന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാൾ കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടി തത്സമയം അയാളുടെ വിഷ്വൽ എടുത്തത് കൊണ്ട് മാത്രം അയാൾ പിടിയിലാവുകയും RPF ഉൾപ്പെടെ ഇടപെട്ട് അയാളെ പിടിച്ചു നിർത്തുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ കുട്ടിയെ നമ്മൾ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തി നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ആ കുട്ടി ഇത് കാണുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ കാണുമ്പോൾ ആ കുട്ടിക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? ചുരുക്കത്തിൽ സൗമ്യ പറഞ്ഞ ഈ രണ്ട് വശങ്ങളിലൂടെ ഈ വിഷയത്തെ കാണണമെന്നാണ്. തീർച്ചയായും 2 വശങ്ങളിലൂടെ കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ഇതിൽ ഈ സൈക്കോളജി വിദഗ്ധരൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ ആത്മഹത്യയാണോ അതിന് പരിഹാരം, അല്ലെങ്കിൽ ഒരാൾക്ക് മനോവിഷമം ഉണ്ടായാൽ അതിന് ആത്മഹത്യയാണോ പരിഹാരം, അതെന്തുകൊണ്ട് അത്തരത്തിലൊരു രീതിയിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് ഒരു സ്ത്രീയുടെ സുരക്ഷയും സംബന്ധിച്ച വിഷയമേ അല്ല, ഇത് മറ്റൊരു വിഷയമാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുള്ളത് സോഷ്യൽ മീഡിയ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. അവിടെയും മറ്റൊരു ആസ്പെക്ട് ഉണ്ട്. ഈ സ്ത്രീക്കെതിരെ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിച്ചാൽ താൻ ഒറ്റപ്പെടുമെന്നും സാമൂഹികപരമായി തനിക്ക് നേരെ ആക്രമണം ഉണ്ടാവുമെന്നും ഭയന്ന് ഒരാൾ മരിക്കുന്നു. ആ മരണത്തിന് കാരണമാക്കിയ ആളോട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? തീർത്തും ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്.
അതാണോ നമ്മൾ ചെയ്യേണ്ടത്? ആ സ്ത്രീയെ ഇനി ഒരു ട്രോമയിലേക്ക് തള്ളിവിട്ട് അവർ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ഇതാണോ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ. അത് മറ്റൊരു ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഇരുതല മൂർച്ചയുള്ള വാളെന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെയുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു വെക്കാം. അനന്തൻ, സൗമ്യ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അതിൽ കാണുന്നത് വളരെ അങ്ങേയറ്റത്ത് അപലപിക്കേണ്ട വിഷയമാണ്. കേരളം അപലപിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം അതിൽ മറ്റൊരു ജാതി, മത, വർണ്ണ, വർഗ ഭേദമന്യേ എല്ലാവരും, അതൊരു സവിശേഷമായ ഒരു സാഹചര്യമാണ്. എല്ലാവരും ഒരർത്ഥത്തിൽ പോലും ആരെയെങ്കിലും അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് കൊടുക്കാതെ, പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് നമ്മൾ അപ്പോൾ പറഞ്ഞ എന്താണ്, ഈ പെൺകുട്ടി എന്തുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടി ആ സമയത്ത് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടാണോ ചെയ്യേണ്ടിയിരുന്നത്? അതുപോലെയാണ് ഇപ്പോൾ എന്താണ് ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മറുചോദ്യം ഉയരുന്നത്. എന്താണ് ഇതിൽ ഈ പെൺകുട്ടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന സ്വാഭാവിക നടപടിയിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. മറുവശത്ത് ഈ രീതിയിൽ അങ്ങേയറ്റത്തെ മലീമസമായ രീതിയിലേക്ക് ഈ പറയുന്ന പ്രതിഷേധങ്ങളുടെ സ്വരം മാറുന്നുണ്ട്. ഒരു യുവാവ് ഒരുവൻ പറയുന്നത് എന്താണ്, വീഡിയോ ചിത്രീകരിക്കുന്ന പെൺകുട്ടികളെ അങ്ങ് റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു സാമാന്യവൽക്കരണം, ഇതൊരു ഒറ്റപ്പെട്ട വിഷയം തന്നെയാണ് എന്ന് സൗമ്യയുടെ നിലപാടിനൊപ്പം നിന്ന് എനിക്ക് പറയാനുള്ളത്. അതിനെ മറുവശം എന്തെങ്കിലും അനന്തന് കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇതാണ് നമ്മളുടെ കുഴപ്പം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു സൗമ്യ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ കേസ് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്നല്ലോ, ഒരു മനുഷ്യൻ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ജീവനൊടുക്കി, ആ ജീവനൊടുക്കിയതിൻ്റെ പേരിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയും ആഘോഷിക്കുകയാണ് നമ്മൾ. നിങ്ങൾ നോക്കൂ സോഷ്യൽ മീഡിയയിൽ എന്താണ് സംഭവിക്കുന്നത്. ആ ഇപ്പം സൗമ്യ പറഞ്ഞതുപോലെ ആ സ്ത്രീയുടെ വീഡിയോയും ഇട്ടിട്ട് ആ സ്ത്രീയെ എന്തൊക്കെ പ്രലോഭം പറയാമോ അതെല്ലാം പറയുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ, ആത്മഹത്യ ചെയ്ത മനുഷ്യൻ്റെ ചിത്രം വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിനെ വീണ്ടും ഇപ്പോൾ നമ്മൾ ആ സ്ത്രീയെ ആരോപിക്കുന്നത് അവർ കണ്ടന്റ് വൈറലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓൺലൈനിൽ സജീവമാകാൻ വേണ്ടി ഒക്കെ ചെയ്ത വീഡിയോ എന്ന് പറയുമ്പോൾ, ഇതേ വീഡിയോ വെച്ചാൽ വലിയ പൈസ ഉണ്ടാക്കുന്ന വേറെ അടുത്ത അതിനുവേണ്ടി ഈ വീഡിയോയും ഈ സ്ത്രീയെയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഒക്കെ സജീവമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അതിനെ ചർച്ചയാക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അത് ഏത് വിഷയം വന്നാലും ഇതിനെ ഒരു പർട്ടിക്കുലർ കേസായിട്ട് എടുക്കണം. ഇതിനകത്ത് പോലീസ് നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, കോഴിക്കോട് പോലീസ് ആ പർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിലാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. അതിനകത്തൊരു ക്രൈം മരിച്ച ആളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ, അതല്ല ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നാണോ ഒരു ക്രൈം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയുള്ള വിശദമായ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ആ വീഡിയോ ചിത്രീകരിച്ചത്? ഒരു പക്ഷേ അവർക്ക് അതേ ബസ്സിൽ അതല്ലെങ്കിൽ നാളെ ഒരു ജെനുവിൻ കേസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സൗമ്യ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൺസേൺ ഉണ്ട്. അത് സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സാമാന്യവൽക്കരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ ഒരു ജെനുവിൻ കേസ് ഏതെങ്കിലും, കാരണം നമ്മൾക്കറിയാമല്ലോ നമ്മുടെ KSRTC യാത്ര അല്ലെങ്കിൽ ബസ് യാത്രയായാലും മറ്റ് പൊതു നിരത്തുകളായാലും പൊതു ഇടങ്ങളിലായിരിക്കും, അവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ എടുക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമത്തിൽ കിട്ടുന്ന അങ്ങേയറ്റത്തെ ഒരു തെറ്റ്, സമൂഹ മാധ്യമമല്ല ഒരർത്ഥത്തിൽ അവിടെയെല്ലാം വിചാരണ ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതിന് ഉത്തരവുമല്ല. അപ്പോൾ ആ നിലയിലേക്ക് ഒരു തെളിവ് എന്ന നിലയിൽ എന്തെങ്കിലും ഒരു കാര്യം ശേഖരിച്ചാൽ പോലും എന്തായിരിക്കും സമൂഹം അതിനെ കാണുക? അങ്ങനെ ജനറലൈസ് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു കേസ് അതിൻ്റെ ജെനുവിനിറ്റിയിൽ പിടികൂടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഒരു ആ സമയത്ത് അതിൻ്റേതായ രീതിയിൽ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു KSRTC ബസ്സിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ആ ബസ്സിൻ്റെ ജീവനക്കാരടക്കം അതിനകത്ത് നടപടിയെടുക്കുകയും പോലീസ് വരികയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അയാൾക്ക് അനുകൂലമായ ഒരുപാട് പേര് രംഗത്ത് വന്നു. പിന്നീട് വീണ്ടും അതേ ആൾ പോയിട്ട് വീണ്ടും ഇതേ തെറ്റ് തന്നെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതും മലയാളി സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചതാണ്. അപ്പോൾ അത് നമുക്കറിയാം. ഇതിനകത്ത് എത്രയോ കാലമായിട്ട് പൊതുസ്ഥലത്ത് ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലും നമ്മളുടെ ഒരു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് നമ്മൾ കോഴിക്കോട് മൊഫീസ് സ്റ്റാൻഡിലും കോഴിക്കോട് ബീച്ചിലും കോഴിക്കോട് മാനാഞ്ചിറയിലുമൊക്കെ വളരെ രഹസ്യമായ ക്യാമറ വെച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളായ വനിതാ ജേർണലിസ്റ്റുകൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താണ് അവരുടെ അനുഭവം എന്ന് ഞാൻ നേരിട്ട് കണ്ട ആളാണ്. മനസ്സിലായോ? ഞാൻ നേരിട്ട് കണ്ടല്ലോ. അപ്പോൾ അത്തരം ആൾക്കാർ നമ്മളുടെ ഇടയിൽ സജീവമാണ്. അതിനെ നിയമപരമായി നേരിടേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇതിന് മറുവശം കൂടിയുണ്ട്. കുറച്ചുകൂടി ഇത്തരം ക്രിമിനൽ വാസനയുള്ളവർ കുറച്ചുകൂടി വിജിലൻ്റ് ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം ഒരു ചിത്രീകരണം നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീയെ ഞാൻ ഉപദ്രവിക്കാൻ പോകുമ്പോൾ അവർ ഇത് രഹസ്യമായി ചിത്രീകരിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം. പക്ഷേ സാധാരണഗതിയിൽ വേറൊരു പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഇത്തരം ഈ ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആൾക്കാർ ഇത് നിരന്തരം ചെയ്യുന്നവരാണ്. അവർക്ക് ആ സമയത്ത് ഇതൊന്നും
മനസ്സിലുദിക്കില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം കൂടിയാണ്. സൗമ്യ, ഇക്കാര്യത്തിൽ എന്താണ് ഇപ്പോൾ പുരുഷ കമ്മീഷൻ വേണം ഇതിന്റെ ഔട്ട്പുട്ടായി എന്ന മുറവിളി ഉയരുന്നുണ്ട്. പക്ഷേ ആയിക്കോട്ടെ, പുരുഷ കമ്മീഷൻ വേണം എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അതിനൊക്കെ ഒരു നൈതികമായിട്ടുള്ള നിയമപര ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലേക്കായിരിക്കണം അതൊക്കെ കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. പക്ഷേ ഇതൊരു ഏറ്റുമുട്ടലിന്റെ സ്വരത്തിലേക്ക്, സ്ത്രീ പുരുഷ ഏറ്റുമുട്ടലിലേക്ക്, എന്താണ് വനിതാ കമ്മീഷൻ പുരുഷ കമ്മീഷൻ, അപ്പോൾ ഒരു ഏറ്റുമുട്ടലിന്റെ സ്വരത്തിലേക്ക് ചിലരെങ്കിലും സ്ഥാപിത താല്പര്യത്തോടുകൂടി ഈ വിഷയത്തെ വക്രീകരിക്കുന്നുണ്ടോ? സംവരണം വിഷയത്തിൽ വരുന്ന ഒരു ചർച്ചയില്ല, അതുപോലെ തന്നെയാണ്. അതായത് സാമ്പത്തിക സംവരണത്തിനൊക്കെ വേണ്ടി വാദിക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻഗണനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവരണമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധിക സുരക്ഷയോ എവിടെയെങ്കിലും ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത് എന്നുള്ളതിൻ്റെ കാര്യം മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഈ ചർച്ചയിലേക്ക് വരില്ല. ഈ പറഞ്ഞ പുരുഷ കമ്മീഷനോ അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊക്കെ വളരെ ചുരുക്കം. ഇപ്പോൾ നമുക്കിടയിൽ തന്നെ എടുത്താൽ ഒരു ശതമാനമോ 2% ആളുകൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള വിഷയത്തിനപ്പുറത്തേക്ക് നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളൊരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിൽ കുട്ടികൾ, നമ്മൾ സ്ത്രീകൾ, പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ എന്നില്ല, കുട്ടികൾ ഒരു 10 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ 15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഭീഷണിയാണ് ഈ പറയുന്ന സാമൂഹിക വിരുദ്ധർ. ഇത് സ്ത്രീകളോട് മാത്രമല്ല ഇവരുടെ അതിക്രമം ഉണ്ടാവുക, അവർക്ക് പലപ്പോഴും കുട്ടികൾക്ക് പറയാൻ സാധിക്കാത്തതാണ്. പല സ്ഥലങ്ങളിൽ ബസ്സിലായാലും ട്രെയിനിലായാലും ആൺകുട്ടികൾക്ക് നേരെയും അതിക്രമം നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്? അവിടെ നമ്മൾ അവർക്ക് നേരെ ആക്രമം ഉണ്ടാകുമ്പോൾ അത് പുരുഷ കമ്മീഷനിലേക്ക് പോകണോ സ്ത്രീ കമ്മീഷൻ? അല്ലല്ലോ, അത് മനുഷ്യന്റെ പ്രശ്നമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഏത് വിഭാഗത്തിന് നേരെ എന്നുള്ളതിനല്ല, തുല്യമായി സുരക്ഷിതമായി ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അത് നടക്കണം, അത്ര മാത്രമേ. അപ്പോൾ ഒരു ബ്രോഡ് വിഷയമാണ് ഇതിപ്പോൾ. ഒരു വലിയൊരു ബോധവൽക്കരണത്തിന്റെ കൂടെ കാര്യത്തിലേക്ക് വരുന്നുണ്ടോ ആനന്ദൻ? കാരണം ഈ റീൽസ്, ഞാൻ പറഞ്ഞ റീൽസ് ഏത് രീതിയിലും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള റീൽസ് ചിത്രീകരണം, അപ്പോൾ അതൊക്കെ ഒരു പരിധി വിട്ട് പോകാതിരിക്കാൻ നമുക്കൊരു റെഡ് സിഗ്നലോ അല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റ് കൊണ്ടുവരാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയിലായാലും അവിടെ ഒരു ഈ പറയുന്ന നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ചുറ്റും നടന്ന് ഇങ്ങനെ കറങ്ങാനേ കഴിയുള്ളൂ. അപ്പോൾ കാലോചിതമായിട്ടുള്ള ചില സിഗ്നലുകൾ നമ്മൾ സ്വയം പരുവപ്പെടുത്തി നമ്മുടെ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരു സൂചകങ്ങളായി മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ടോ? വളരെ ചുരുക്കി. സോഷ്യൽ മീഡിയയുടെ പ്രശ്നമല്ല. സോഷ്യൽ മീഡിയ ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ, പല വിഷയങ്ങളിലും അതിൻ്റെ സീമകൾ ലംഘിക്കും. അതുമായി ബന്ധപ്പെട്ട് ഒരു സെൻസർഷിപ്പ് ഒന്നും സാധ്യവുമല്ല ഈ ഘട്ടത്തിൽ. അത് നമ്മൾ തന്നെ അതിൻ്റെതായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പെരുമാറ്റം നിശ്ചയവും നമ്മളാണ് നടത്തുന്നത്. പക്ഷേ ഇതിനകത്ത് ഇഷ്യൂ ഉണ്ടായ കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോഴും നമ്മളുടെ നഗരങ്ങളും നമ്മുടെ പൊതുനിരത്തുകളും സ്ത്രീ സൗഹൃദമല്ല, സ്ത്രീകൾക്ക് സുരക്ഷ കൃത്യമായിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിന് കൃത്യമായി സർക്കാരും പോലീസും ഒക്കെ ഇടപെട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ സൗമ്യ പറഞ്ഞതുപോലെ തന്നെ പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവർ സ്ക്വാഡുകളായിട്ട് ഇറങ്ങിയിട്ട് രാത്രിയിൽ സുരക്ഷ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ കണ്ടെത്തി കൈകാര്യം ചെയ്യാൻ കൂടി തയ്യാറാകണം. അങ്ങനെ ആ ഒരു സുരക്ഷ എല്ലാവർക്കും, അതായത് സ്ത്രീക്കും പുരുഷനും ഒക്കെ തുല്യമായി ഒരു ഭയവും ഇല്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു തെരുവുണ്ടായാൽ മാത്രമേ പുരുഷ കമ്മീഷനെ കുറിച്ചും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പുരുഷ സംവരണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാനുള്ള സ്ഥിതിയുള്ളൂ. തീർച്ചയായും അതാണ് ആ ഒരു പോയിന്റിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. കാരണം വലിയ പ്രതിഷേധം ദീപകിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ദീപകിന് നീതി ലഭിക്കണം, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ആരോപണ വിധേയക്ക് ലഭിക്കുകയും വേണം. അതേസമയം തന്നെ പ്രതിഷേധങ്ങളുടെ സീമകൾ ലംഘിക്കപ്പെടുകയും അരുത്.